തമിഴ്നാട്ടിൽ മലയാളി തൊഴിലാളിയെ ചുറ്റികയ്ക്കടിച്ചു കൊലപ്പെടുത്തി. തമിഴ്നാട്ടിലെ കമ്പത്താണ് സംഭവം. തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഗൂഡല്ലൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് അരുംകൊല നടന്നത്. തൃശൂർ സ്വദേശി മുഹമ്മദ് റാഫിയാണ് തമിഴ്നാട് തേനി ജില്ലയിലെ കമ്പത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. കമ്പം സ്വദേശിയായ ശരവണനുമായുള്ള മുൻപരിചയത്തിലാണ് റാഫി കമ്പത്തെത്തിയത്. കമ്പത്ത് സ്വന്തമായി വെൽഡിംഗ് ഗ്രിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് ശരവണൻ. ഇരുവരും മുമ്പ് തൃശൂരിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ കൂടിയാണ്. ഒക്ടോബർ 6-ന് കമ്പത്തെത്തിയ റാഫി ചെല്ലാണ്ടി അമ്മൻകോവിൽ സ്ട്രീറ്റിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ താമസിച്ച് ശരവണനോടൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്നലെ ലോഡ്ജിൽ മടങ്ങിയെത്തിയ റാഫി അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന കൂടല്ലൂർ MGR കോളനിയിലെ ഉദയകുമാർ എന്നയാളുമായി ഒരുമിച്ച് മദ്യപിച്ചു. മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിൽ പ്രകോപിതനായ ഉദയകുമാർ തന്റെ ജോലിക്ക് ഉപയോഗിക്കുന്ന ചുറ്റികയെടുത്ത് മുഹമ്മദ് റാഫിയുടെ തലയ്ക്കും നെഞ്ചിലും അടിക്കുകയായിരുന്നു. ബോധരഹിതനായി നിലത്ത് വീണ മുഹമ്മദ് റാഫിയെ ലോഡ്ജ് ജീവനക്കാരെത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് കമ്പം നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ പാർത്ഥിബന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി നടത്തിയ അന്വേഷണത്തിൽ ഉദയകുമാറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവരും അടുത്തടുത്ത മുറികളിൽ താമസിച്ച ചുരുങ്ങിയ ദിവസത്തെ പരിചയം മാത്രമേയുള്ളൂവെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് തർക്കത്തിന് കാരണമെന്ന് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും കമ്പം നോർത്ത് പോലീസ് പറയുന്നു. സംഭവത്തിൽ സുഹൃത്ത് ശരവണനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് ചെയ്ത കൂടല്ലൂർ സ്വദേശി ഉദയകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റാഫിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് മലയാളം, ഇടുക്കി.